ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത്തവണ നമ്മൾ കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ ഇക്കണോമിക്കലായിട്ട് നമ്മൾ ട്രെയിൻ വഴിയാണ് പോകുന്നത്. മോർണിംഗിലുള്ള കോഴിക്കോട് നിന്നും ജനശതാബ്ദിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ട്രെയിൻ രാവിലെ 9:45 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് നടന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്നും എറണാകുളം സൗത്ത് ടു MG റോഡിലേക്ക് മെട്രോ വഴി പോയി. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്. മെട്രോ വഴി യാത്ര ചെയ്യാത്ത ആളുകൾക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ മെട്രോ സ്റ്റേഷനായ ഹൈക്കോടതി ജംഗ്ഷനിൽ എത്താൻ പറ്റും. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മറൈൻ ഡ്രൈവും. അങ്ങനെ മറൈൻ ഡ്രൈവ് എത്തി. ഇതാണ് മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ. ഓൾമോസ്റ്റ് ഫാമിലി ആയിട്ട് പോകുന്നവർക്കെല്ലാം ഒരു 1 അവർ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷമാണുള്ളത്. ഞാനവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം അതിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് വാട്ടർ മെട്രോ. ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ് യാത്രയാണ് നമുക്ക് ഈ ബോട്ടിൽ വരുന്നത്. ആളുകളെല്ലാം പതിയെ കയറി തുടങ്ങുന്നത് കാണാം ഇതിൽ. സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ കൂടാതെ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ ബോട്ടിലുണ്ടായിരുന്നു. നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ. പ്രത്യേകിച്ച് ബോട്ടിൽ ഒരു യാത്ര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ബോട്ട് യാത്രയ്ക്കിടയിലെ ചില കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു കാർഗോ ഷിപ്പാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ഫോർട്ട് കൊച്ചി എത്തി. ഈ കാണുന്നതാണ് ഫിഷിംഗ് നെറ്റ്. ഇത് അവിടുത്തെ പ്രധാന അട്രാക്ഷൻസുകളിൽ ഒന്നാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഫോർട്ട് കൊച്ചി പോർട്ടിന് ജസ്റ്റ് ഔട്ട്സൈഡായിട്ട് ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സിനെ നമുക്ക് കാണാം. 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 4 മണിക്കൂർ വരുന്ന ട്രിപ്പിൽ ഫോർട്ട് കൊച്ചി പ്ലസ് മട്ടാഞ്ചേരി നമുക്ക് ഫുള്ളായിട്ട് കറക്കി കാണിക്കും. അവിടെയുള്ള ചരിത്രപ്രധാനമായ പല സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തരും. ഇത് ബീച്ച് സൈഡിലുള്ള ഫോർട്ട് കൊച്ചി ബീച്ച് സൈഡിലുള്ള ഒരു സ്തൂപമാണ്. ലോക്കൽ മാർക്കറ്റുകളാണ് ഈ കാണുന്നത്. ഫോർട്ട് കൊച്ചി ബീച്ച് സൈഡിൽ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു 1 അവർ നമുക്ക് വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും കുട്ടികളും എല്ലാം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നത് പഴയ സ്റ്റീം ബോയിലേഴ്സാണ്. ഷിപ്പെല്ലാം പഴയ കാലത്ത് ഡ്രൈ ഡോക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്നതായിട്ടാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്.
ഇത് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ പോയിൻ്റ് ആണ്. ഒരുപാട് പേര് അവിടെ ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കും വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. നല്ലൊരു കുറച്ച് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോസുകളെല്ലാം ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ ബീച്ച് സൈഡ്. ആയിരത്തി 1724 നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഡച്ച് സെമിത്തേരിയാണ് ഈ കാണുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ളതിനാൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇതൊരു ഗേറ്റൊക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഗേറ്റിന് പിന്നിലായി നിന്നുകൊണ്ട് നമുക്കിത് കാണാൻ സാധിക്കും ഇവിടെ നിന്ന്. ഒരു കരിക്ക് കുടിച്ച് ക്ഷീണമെല്ലാം മാറ്റി അടുത്തതായി ഞാൻ കാണാൻ ചെന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. ഇതാണ് ആ ചർച്ച്. ചർച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് 2 സൈഡിലായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. പള്ളിയുടെ ഉൾവശത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് വാസ്കോ ഡ ഗാമാസ് ഹൗസ്. ഇവിടെയായിരുന്നു വാസ്കോ ഡ ഗാമ താമസിച്ചിരുന്നത്. ബിഗ് ബി സിനിമയുടെ ഏതാനും ചില ഭാഗങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ബിൽഡിങ്ങുകളും അവിടുത്തെ റെസ്റ്റോറൻറ്റുകളും എല്ലാം ആ ഒരു പഴയ തനിമ ഇപ്പോഴും നിലനിർത്തിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഫോർട്ട് കൊച്ചി ചുറ്റിക്കണ്ടതിന് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്നും വാട്ടർ മെട്രോ വഴി ഹൈക്കോടതി ജംഗ്ഷനിലേക്കാണ് പോയത്. MG റോഡിൽ നിന്നും മെട്രോ പിടിച്ച് നേരെ പോയത് എടപ്പള്ളിയിലുള്ള ലുലു മാൾ കാണാനാണ്. മെട്രോയിലെ യാത്രയും ലുലു മാളിലെ ഷോപ്പിങ്ങും തികച്ചും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ലുലു മാൾ ഷോപ്പിങ്ങോടുകൂടി നേരെ ഞാൻ ട്രെയിൻ പിടിച്ച് കോഴിക്കോട്ടേക്ക് വന്നു. ഏകദേശം രാത്രി 10 മണിയോടുകൂടി കോഴിക്കോട്ട് തിരിച്ചെത്തി. ഏകദേശം 800 രൂപയ്ക്കടുത്താണ് എനിക്ക് വന്ന ചിലവ്.